അവളെ ഈ വീട്ടിനകത്ത് കയറ്റരുത്. അത് പറയാൻ നിനക്കെന്താ അവകാശമുള്ളത്? അവകാശമുള്ളവര് പറയും. അവൾ ഇനി ഈ വീടിനകത്ത് വേണ്ടാന്ന്. എല്ലാം വരുത്തി വെച്ചതാ മഹാലക്ഷ്മി അടി. പെട്ടെന്ന് അവളുടെ ഒരു ഭരണം. നമുക്ക് മാനം മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചൂടായിരുന്നു ഇവിടെ. അവളെന്തിനാ എടുത്താ പൊങ്ങാത്ത ജോലിയൊക്കെ കരണമോളെ കൊണ്ട് ചെയ്യിച്ചത്? അവളെ പിന്നെ ഇവിടെ രാജകുമാരിയെ പോലെ വാഴിക്കണോ? ഏട്ടന്റെ ഏട്ടത്തിയുടെയും ചെലവില അവൾ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നേ. എടി, അതിന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനല്ലേ അടുക്കള കയറിക്കൊണ്ടിരുന്നത്. അത് പോരാ, കരണമോള് തന്നെ വീട്ടു ജോലി മുഴുവൻ ചെയ്തു തീർക്കണമെന്ന് അവക്കെന്താ ഇത്ര വാശി? വാശി പിടിച്ച ഈ രീതിയിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യോ? അത്രയ്ക്ക് മനസ്സ് മടുത്ത് നടക്കായിരുന്നു കരുണ. അവളെ കൊണ്ട് കളയാൻ നോക്കേട്ടാ. കളയേണ്ടത് അവളെയല്ല, മഹാലക്ഷ്മിയെയും പിന്നെ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന സാഗറിനെയാ. അതെ, അർഹതയില്ലാതെ നിന്റെയും കണ്ണന്റെയും ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഇത്തിൽക്കണ്ണികളാ രണ്ടെണ്ണോ. അതെ, ഇത്തിക്കണ്ണികളായിട്ടെ കുറെ ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവരെല്ലാം എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ഈ തറവാടിനകത്ത് വെളിച്ചം വരൂ. ഇപ്പൊ അവളെ എന്റെ കൺമുന്നിൽ കണ്ടിരുന്നെങ്കിലേ ഒത്തി അരിഞ്ഞ് ഞാൻ തള്ളിയേനെ. നന്ദി കെട്ടവള്.